എല്ലാ മക്കൾക്കും വേണ്ടി വരുന്നവനായിരിക്കുന്ന യേശു കർത്താവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനത്തിന്റെ ആദ്യത്തെ എപ്പിസോഡ് ഇന്ന് രാവിലെ സമയം ഒരു പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, പ്രിയ ദൈവമേ, ദൈവത്തിന്റെ പൊന്നുകരത്തിലോട്ട് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ അതിന്റെ വചനം പഠിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് മനസ്സിലാക്കുവാനുള്ള ദൈവകൃപയും സംസാരിപ്പാനുള്ള പ്രിയ കർത്താവേ ദൈവത്തിന്റെ വലിയ കൃപയും അടിയങ്ങൾക്ക് തരണം. പഠിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹകരപ്രദമാക്കി മാറ്റണം. പിതാവിനെ അത് ചെയ്യുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവിന്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ. വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനം ഈ നാളുകളിൽ ദുർലഭമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. കാരണം ദൈവമക്കള് സാധാരണ വെളിപ്പാട് പുസ്തകം വായിക്കുവാൻ തന്നെയും സമയം കണ്ടെത്തുന്നില്ല. കാരണം അവർ പറയുന്ന ഒരു പരാതി എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം ഞങ്ങൾക്ക് പഠിക്കുവാൻ മനസ്സിലാക്കുവാനായിട്ട് പ്രയാസമാണ്. കാരണം ഇത് രൂപങ്ങളും ആലങ്കാരികവുമായിട്ടാണ് വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് പ്രയാസമാണ്. രണ്ടാമതൊരു കാരണം, ഇത് പഠിക്കുവാൻ ആളുകൾ വിമുഖത കാണിക്കുന്നതിന്റെ കാരണം ശത്രുവായ പിശാച് നാം ഇത് പഠിക്കുവാനോ ഗ്രഹിക്കുവാനോ സമ്മതിക്കുന്നില്ല. അത് അവന് ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം അവന്റെ മേലുള്ള ദൈവപുത്രനായിരിക്കുന്ന യേശു കർത്താവിന്റെ ആത്യന്തികമായിരിക്കുന്ന വിജയവും അവന്റെ പരാജയവും അവനെ എന്നേക്കുമായിട്ട് നരകത്തിൽ തള്ളിയിടുന്നതുമായിരിക്കുന്ന അവന്റെ അന്ത്യത്തെക്കുറിച്ചുമുള്ള വിവരണമായതുകൊണ്ട് അതൊരിക്കലും മറ്റുള്ളവർ പഠിക്കുവാൻ അവൻ സമ്മതിക്കുന്നതും ഇല്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ ചിലപ്പോഴെങ്കിലും നമുക്ക് ദൈവവചനം ഈ വെളിപ്പാട് പുസ്തകം നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇത് പഠിപ്പിക്കുന്നത് ഓരോരുത്തരും വ്യത്യസ്തമായ വിധത്തിലാണ് ഇത് പഠിപ്പിക്കുന്നത്. അവരെ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെയും അവരായിരിക്കുന്ന സഭയുടെയും അടിസ്ഥാനത്തിലാണ് ഇത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമ്മളിത് കേൾക്കുമ്പോൾ വ്യത്യസ്തമായിട്ടാണ് നമുക്ക് പലപ്പോഴും വെളിപ്പാട് പുസ്തകം നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ദൈവവചനത്തിൽ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിത് പഠിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പഠനത്തിൽ ആരംഭിക്കുന്നതിന് മുമ്പ് വെളിപ്പാട് പുസ്തകത്തിൻ്റെത് മാത്രമായിരിക്കുന്ന ചില പ്രത്യേകതകളിലേക്ക് നമ്മളൊന്ന് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, വെളിപ്പാട് പുസ്തകം പുതിയ നിയമത്തിന്റെ ഏക പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ചെറിയ പ്രവാചകന്മാരും വലിയ പ്രവാചകന്മാരാലും രചിക്കപ്പെട്ട അനേക പ്രവചന പുസ്തകങ്ങൾ നമുക്കതിൽ കാണുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിന്റെ ഏറിയ പങ്കും പ്രവചന ഗ്രന്ഥങ്ങളാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവദാസന്മാർക്ക് ലഭിച്ച വെളിപ്പാടുകളെ നമുക്ക് അങ്ങിങ്ങായ ലേഖനങ്ങളിലും കർത്താവ് നമ്മോട് പറഞ്ഞ പ്രവചനാത്മകമായ വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ പ്രവചന പുസ്തകമായിട്ട് രചിക്കപ്പെട്ട ഒരേ ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. രണ്ടാമത്തേതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വായിക്കുന്നവരും വായിച്ചു കേൾക്കുന്നവനും ഇത് പ്രമാണിക്കുന്നവരും ഒരുപോലെ ഭാഗ്യവന്മാര് ആണ് എന്നാണ് ഈ പുസ്തകത്തെ കുറിച്ചോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്. ആകയാലും രാവിലെ സമയം പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഭാഗ്യമേറിയവർ ആണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. മൂന്നാമതായി വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഏഴുകളുടെ ഒരു സംഖ്യാക്രമം ഇതിനകത്ത് കാണുവാനായിട്ട് സാധിക്കും. ഏഴുകളുടെ പുസ്തകം എന്ന് ഇതിനെ പറയുന്നു. കാണുമ്പോൾ 7 ആത്മാക്കൾ, 7 സഭകള്, 7 നിലവിളക്കുകൾ, 7 മുദ്രകൾ, 7 കാകളങ്ങൾ, 7 കലശങ്ങൾ, ഇങ്ങനെ തുടങ്ങി 7കളുടെ ഒരു വർണ്ണന നമുക്ക് ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 7 എന്ന് പറയുന്നത് ദൈവമക്കളെ അത് പൂർണ്ണതയുള്ള സംഖ്യയാണ്, അത് ദൈവത്തിന്റെ സംഖ്യയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയും. വെളിപ്പാട് എന്ന് പറയുന്ന ആ വാക്ക് അപ്പോകാലിപ്സ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വെളിപ്പാട് എന്ന് പറയുന്ന പദം ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോകാലിപ്സ് എന്ന വാക്കിന്റെ അർത്ഥം മറ നീക്കുക എന്നുള്ളതാണ്. ഒരു കർട്ടൻ മാറ്റുമ്പോൾ അതിന്റെ പിറകിലുള്ള സംഗതികൾ എങ്ങനെ നമ്മുടെ കണ്ണിൽ ദൃശ്യമായി തീരുമോ അതുപോലെ കാല യവനികയെ നിയന്ത്രിക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവം അതിനെ മാറ്റി
നമുക്ക് അവന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങൾ മറനീക്കി നമ്മളോട് വെളിപ്പെടുത്തുകയാണ് വെളിപ്പാട് പുസ്തകത്തിലൂടെ ചെയ്യുന്നത്. വെളിപ്പാട് പുസ്തകം ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്ക് എഴുതുന്ന എഴുത്തുകളിലൂടെ ദൂതുകളിലൂടെ വരുവാനുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഇന്ന് 7 സഭകളും ഭൂമിയുടെ മുഖത്തുണ്ടോ എന്നറിയില്ല. ഇന്നത്തെ ആധുനികമായി ടർക്കിയുടെ പ്രദേശങ്ങളിലാണ് ഈ 7 സഭകളും എന്ന് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് കഴിയും. വെളിപ്പാടിന്റെ 1-ാമത്തെ വാക്യത്തിൽ വെളിപ്പാട് ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. ഇത് യേശു കർത്താവിൽ നിന്നുള്ള വെളിപ്പാട് എന്ന് നമുക്കതിനെ പറയുവാനായിട്ട് കഴിയും. യേശു കർത്താവിന്റെ വെളിപ്പാട് എന്ന് നമുക്കതിനെ പറയുവാനായിട്ട് കഴിയും. യോഹന്നാനുണ്ടായ വെളിപ്പാട് എന്നുള്ളതിനേക്കാൾ പിതാവായിരിക്കുന്ന ദൈവം വേഗത്തിൽ സംഭവിപ്പാനായിട്ട് പോകുന്നത് അത് പുത്രനായിരിക്കുന്ന യേശു കർത്താവിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. യേശു കർത്താവ് ഈ ഭൂമിയുടെ മുഖത്ത് ആയിരുന്ന സമയത്തോ അവന്റെ ശുശ്രൂഷ അവസാന വേളയിൽ ശിഷ്യന്മാർ അങ്ങോട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ കാലത്തിലാണോ ഇസ്രായേൽ മുട്ടക്ക് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത്? അപ്പോൾ യേശു കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാലങ്ങളെയോ ദൈവം തന്റെ അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാലങ്ങളെയോ സമയങ്ങളോ അറിയുന്നത് നിങ്ങൾക്ക് ഉള്ളതല്ല. മാത്രവുമല്ല കർത്താവ് പറഞ്ഞു അത് സ്വർഗത്തിലെ ദൂതന്മാർ ഇവൻ പുത്രനും കൂടെ അറിയുന്നില്ല എന്നാണ് അവിടെ പറഞ്ഞത്. നമുക്കൊരു പക്ഷേ ഇങ്ങനെ ചിന്തിക്കാം, കർത്താവിന്റെ ജഡാവതാരണത്തിൽ മനുഷ്യപുത്രനായ ലോകത്തിലേക്ക് വന്നപ്പോൾ ഒരു പക്ഷേ അത് പരിമിതികളുണ്ടായിരിക്കാം. എന്നാൽ അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പിതാവായ ദൈവം അവന് കാണിച്ചു കൊടുക്കുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. യേശു കർത്താവ് അതൊരു ദൂതൻ മുഖാന്തരം പത്മോസിൽ ആയിരിക്കുന്ന യോഹന്നാന് അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതിനു വേണ്ടിയാണ് അത് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ആ വെളിപ്പെടുത്തലിന്റെ ഉദ്ദേശം എന്താണ്? ആ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2 ദാസന്മാരെ കാണിക്കുവാൻ വേണ്ടിയാണ് അത് വെളിപ്പെടുത്തി കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആകെ ഞാനിങ്ങനെ പറയട്ടെ, നമുക്ക് ഓരോരുത്തർക്ക് ദൈവമക്കൾക്ക് കർത്താവിന്റെ വരവോളം ഉള്ള ദൈവമക്കൾക്ക് അത് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് പിതാവായ ദൈവം തന്റെ പുത്രന് അത് കൊടുത്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത് ഇത് വേഗത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. വേഗം എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ഒരിക്കലും ടൈം പാർട്ടിൽ എടുക്കുന്നതിനേക്കാൾ നാം നനച്ചിരിക്കാത്ത നിമിഷത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് എന്ന് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. സംഭവിക്കേണ്ടതും എന്നാൽ സമയം നിശ്ചയമല്ലാത്തതുമായ 2 സംഗതികളുണ്ട്. ഒന്ന്, യേശു കർത്താവിന്റെ മടങ്ങിവരവ് അത് നിശ്ചയമായും സംഭവിക്കുന്നതാണ്. എന്നാൽ സമയം നമുക്ക് നിശ്ചയമില്ല. രണ്ടാമത്തെ കാരണം, ഒരുപക്ഷെ കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാം അവന്റെ സന്നിധിയിൽ എത്തും, അല്ലെങ്കിൽ മരണം വഴിയായി മരണം നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായും അത് എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയുകയില്ല. പക്ഷെ അത് സംഭവ്യമായിരിക്കും, നിശ്ചയമായിട്ടും സംഭവിക്കേണ്ട കാര്യമാണ്. മറ്റൊരു വിധത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഇത് വേഗത്തിൽ സംഭവിക്കുക ടൈം ഫാക്ടർ നമ്മൾ എടുത്താലും ഇത് ശരിയായിരിക്കുന്ന ഒരു സംഗതിയാണ്. കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് പറഞ്ഞിട്ട് കർത്താവ് പോയിട്ട് 2000 വർഷമായി, 2000-ൽ പരം വർഷമായി എന്ന് നമ്മൾ ചിന്തിക്കും. വളരെ ദീർഘമായിരിക്കുന്ന ഒരു കാലഘട്ടം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, യേശു കർത്താവിന് 1000 വർഷം ഒരു ദിവസം പോലെ, ഇന്നലെ കഴിഞ്ഞു പോയ ഒരു യാമം പോലെയും മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് പോയിട്ട് സ്വർഗാരോഹണം ചെയ്തിട്ട് ഒരു ദിവസമോ 2 ദിവസമോ 2 യാമമോ മാത്രമേ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ആയിട്ടുള്ളൂ. നമ്മുടെ ദൃഷ്ടിയിലാണ് സമയം പോയി എന്ന് നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ കാര്യം, യോഹന്നാൻ ഇത് തനിക്ക് വെളിപ്പെട്ട ദൂതൻ മുഖാന്തരം ദൈവം അവനെ വെളിപ്പെടുത്തുന്ന കാര്യം വിശ്വസ്തയോട് നമ്മെ അറിയിക്കുകയാണ്. ഇതിന്റെ പരിശുദ്ധാത്മാവോട് പറയുന്നു, അവൻ കണ്ടതും കേട്ടതുമായിരിക്കുന്ന കാര്യമാണ് നമ്മളോട് വെളിപ്പെടുത്തുന്നത്. ഈ യോഹന്നാൻ തന്നെ തന്റെ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ തൊട്ടതുമായ ജീവന്റെ വചനം പ്രമാണിച്ചു. താൻ കാണാത്തതും കേൾക്കാത്തതും തൊടാത്തതുമായിരിക്കുന്ന യാതൊരു കാര്യവുമല്ല നമ്മളോട് പറയുന്ന, താൻ കണ്ടതും
കേട്ടതും വിശ്വസ്ത സാക്ഷിയായി നിന്നുകൊണ്ട് യോഹന്നാൻ നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം, ഈ വചന ദർശനം സത്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് വേഗത്തിൽ സംഭവിക്കേണ്ടത് തന്നെയാണെന്നും കാണുവാനായിട്ട് കഴിയും. ഒരു പക്ഷേ ചിലരെങ്കിലും ചിന്തിക്കും, ഇത് വെറും ഒരു സ്വപ്നമാണ്, ദർശനമാണ്. ഇത് വെറും ഒരു സ്വപ്നം അല്ല പ്രിയമുള്ളവരെ. അതിനകത്ത് വിശ്വസ്ത സാക്ഷിയായി യോഹന്നാൻ കണ്ടതും താൻ കേട്ടതുമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മളോട് വെളിപ്പെടുത്തി തരികയാണ്. മാത്രമല്ല, ദൈവത്തിന്റെ വചനം കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനും പ്രമാണിക്കുന്നവനും ഒരുപോലെ ഭാഗ്യവാന്മാരായിരിക്കുന്നു. അവിടെ ഇരിക്കുന്ന മൂന്നാമത്തെ വാക്യം അവസാനിപ്പിക്കുന്ന സമയം അടുത്തിരിക്കുന്നു. ഇത് സംഭവിക്കാനുള്ള സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. കാലലക്ഷണങ്ങൾ അത് നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുകയാണ്. കർത്താവിന്റെ മടങ്ങിവരവ്, തുടർന്ന് അതിനുശേഷം ഈ ഭൂമിയിൽ ക്രിസ്തുവിന്റെ ആവിർഭാവം, ദൈവമക്കളോടുള്ള അവന്റെ മഹാപീഡനകാലം, അതിനുശേഷം യേശു കർത്താവിന്റെ മടങ്ങിവരവ്, ഹർമഗദോൻ യുദ്ധം, അവന്റെ 1000 ആണ്ട് വാഴ്ച, വെള്ളസിംഹാസനത്തില് ന്യായവിധി, തുടർന്ന് പുതിയ യെരൂശലേം, നിത്യത, ഇതൊക്കെ സംഭവിപ്പാൻ സമയം അടുത്തിരിക്കുന്നു. 4-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഏഷ്യ മൈനറിലുള്ള 7 സഭകളെ നിർത്തിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ദൂതുകളാണ് എന്ന് ഞാൻ നേരത്തെ ഓർപ്പിച്ചുവല്ലോ. ആസിയയിലെ 7 സഭകൾ എന്ന് പറയുമ്പോൾ എക്കാലത്തുമുള്ള ദൈവസഭയ്ക്ക് വേണ്ടിയുള്ള ദൂതുകളാണിത്. യേശു കർത്താവിനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ ലോകത്തിലേക്ക് വന്ന് അവിടെ ആരംഭിച്ച സഭ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയുടെ പൂർണ്ണതയിൽ, വളർച്ചയുടെ പൂർണ്ണതയിൽ തന്റെ സഭയെ ഒരുക്കി മധ്യാകാശത്തിൽ എടുക്കപ്പെടുന്ന നാൾ വരെയും ഭൂമിയിലായിരിക്കുന്ന എല്ലാ സഭകളെയും റെപ്രസെന്റ് ചെയ്യുന്നതാണ് 7 സഭകൾ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ നാം വായിക്കുമ്പോൾ 4 മുതലുള്ള വാക്യത്തിൽ നമുക്ക് പിതാവായ ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പുത്രനായിരിക്കുന്ന യേശു കർത്താവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവാം ദൈവത്തെയും നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. നമുക്കതൊരു യോഹന്നാൻ നമ്മോട് പറയുന്ന ഒരു വന്ദനമാണ് നമുക്ക് ഈ വാക്യങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നത്. പിതാവായ ദൈവത്തെക്കുറിച്ച് പറയുന്നത് അവൻ ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമാണ്. ഇരുന്നവനും ഇരിക്കുന്നവനും എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ദൈവത്തിന്റെ നിത്യത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. കർത്താവിന്റെ നിത്യമായിരിക്കുന്ന അസ്തിത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. ആദ്യകാലം മുതൽ തന്നെ അവൻ ദൈവമായിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അവന്റെ നിത്യത്തെ സൂചിപ്പിക്കുന്നു. അവൻ വേഗത്തിൽ വരുവാനായിട്ട് പോകുന്നവനുമാണ് എന്ന് അവിടെ പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പിതാവായ ദൈവത്തിന്റെ മുൻപിലുള്ള 7 ആത്മാക്കളായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നാച്ചുറലായിട്ടൊരു ചോദ്യം നമ്മുടെ മുൻപിലുണ്ടാകും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏകനാണ്, പിന്നെ എങ്ങനെയാണ് 7 ആത്മാക്കൾ? 7 ആത്മാക്കൾ എന്ന് പറയുമ്പോൾ അത് പൂർണ്ണതയെ സൂചിപ്പിക്കുന്നതാണ് എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. മാത്രമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയോടുള്ള, ഭൂമിമേലുള്ള അവന്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ 7 വിധത്തിലാണ് നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കാണുന്നത്. അവൻ പുത്രത്വത്തിന്റെ ആത്മാവാണ്, വിശുദ്ധിയുടെ ആത്മാവാണ്, അവൻ യാചനയുടെ ആത്മാവാണ്, പ്രാർത്ഥനയുടെ ആത്മാവാണ്. 7 വിധത്തിൽ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവവചനത്തിൽ നമ്മെ വരച്ചു കാണിക്കുന്നു. അതുകൊണ്ടാണ് അവന് 7 ആത്മാക്കളായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. 3 യേശു കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. 1 അവനെ കുറിച്ച് പറയുന്നത് അവൻ വിശ്വസ്ത സാക്ഷിയാണ്, മരിച്ചവരിൽ നിന്ന് ആദിജാതനാണ്, ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആണ്. അതുകൊണ്ട് നമ്മൾ വായിക്കുന്ന സമയത്ത് യേശു കർത്താവിനെ പിന്നെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവൻ നമ്മെ സ്നേഹിക്കുന്നവനാണ്, നമ്മുടെ പാപം പോക്കി അവന്റെ രക്തത്താൽ നമ്മെ വിടുവിക്കുന്നവനാണ്, നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനാണ്. മാത്രവുമല്ല, അവൻ മേഘാരൂഢനായി മടങ്ങി വരുന്നവനാണ്, അവൻ അൽഫയും ഒമേഗയും ആണ്,
നിത്യരായ പിതാവായ ദൈവത്തെപ്പോൾ അവൻ ഇരുന്നവനും ഇരിക്കുന്നവനും നിത്യനുമായിരിക്കുന്ന സർവശക്തിയുള്ള പിതാവായ ദൈവത്തെപ്പോൾ സർവശക്തിയുള്ള ദൈവവുമാണെന്ന് യേശു കർത്താവിനെ നമ്മുടെ മുമ്പിൽ വാദിച്ചു നമുക്ക് കാണിച്ചു. അതിൽ ഓരോ അവന്റെ വിശേഷണത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഒന്ന്, വിശ്വസ്ത സാക്ഷി. ദൈവത്തെക്കുറിച്ചുള്ള റെവലേഷൻസ്, വെളിപ്പെടുത്തലുകൾ നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ സൃഷ്ടിയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ സൃഷ്ടിയിലൂടെ വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ ഈ നിത്യമായിരിക്കുന്ന അവന്റെ നിത്യത്തെയും അവന്റെ ദൈവത്വത്തെയും മനുഷ്യൻ മനസ്സിലാക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് അവന്റെ നാമങ്ങൾ അവന്റെ വചനത്തിലൂടെ ദൈവം തന്നെ താൻ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. ഒടുവിലൂടെ യേശു കർത്താവിലൂടെ ദൈവത്തെ നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുകയാണ്. അവന്റെ സൃഷ്ടിയിലൂടെയും പഴുതി നമുക്ക് നമ്മൾ വായിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ യേശു കർത്താവിലൂടെ വെളിപ്പെട്ടത് ദൈവത്തിന്റെ സ്നേഹം. ദൈവം സ്നേഹമാണ്, അവൻ നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ് എന്ന് പുതിയ നിയമത്തിലൂടെ നമ്മെ വെളിപ്പെടുത്തുകയാണ്. യേശു കർത്താവിനെ നമുക്ക് തന്നതിലൂടെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അവൻ വിശ്വസ്ത സാക്ഷിയാണ്. ഇതിന്റെ വചനം പറയുന്നു, അവനിൽ പോഷ്കില്ല, അവനിൽ എല്ലാം സത്യം തന്നെ. കർത്താവ് പറഞ്ഞു, ഞാൻ സത്യത്തിന് സാക്ഷി പറയേണ്ടതിന് ഞാൻ ജനിച്ചും ഇരിക്കുന്നു. അതെ, അവൻ തന്നെയാണ് സത്യം. അവൻ വിശ്വസ്തനായ സാക്ഷിയാണ്. സ്വർഗത്തിലുള്ളത് പിതാവായ ദൈവത്തെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന കർത്താവിന്റെ വിശ്വസ്തനായിരിക്കുന്ന സാക്ഷി. രണ്ടവനെ കുറിച്ച് പറയുന്നു, അവൻ മരിച്ചവരിൽ നിന്നും ആദിജാതനാണ് എന്ന് പറയുന്നു. ഒരു പക്ഷെ ന്യായമായി നമ്മുടെ മുമ്പിൽ ഒരു സംശയം ഉണ്ടാകും, യേശു കർത്താവാണോ ആദ്യമായി ഉയർത്തെഴുന്നേറ്റത്? ലാസർ ഉയർത്തെഴുന്നേറ്റിട്ടില്ലേ? യേശു കർത്താവിന്റെ കാൽവരി ക്രൂശിലെ നിലവിളിയുടെ മുമ്പിൽ അനേക വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റില്ലേ? ശരിയാണ്. എന്നാൽ ലാസർ ഉയർത്തെഴുന്നേറ്റത് പിന്നെയും അവന്റെ ജഡത്തിൽ തന്നെയാണ്, പഴയ ജഡത്തിൽ തന്നെയാണ് അവൻ എഴുന്നേറ്റത്. പിന്നെയും മരണം ലാസറെ പിടികൂടി. വിശുദ്ധന്മാരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അവിടെ നമ്മൾ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ്, യേശു കർത്താവിന്റെ കാൽവരി ക്രൂശിലുള്ള നിലവിളിയുടെ മുൻപിൽ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു. പക്ഷേ യേശു കർത്താവിന്റെ പുനരുത്ഥാനത്തിന് ശേഷമാണ് കല്ലറകളെ വിട്ടത്. ആയതുകൊണ്ട് അവൻ മരിച്ചവരിൽ ആദിജാതൻ ആയവനാണ് എന്ന് നമുക്ക് കാണുവാൻ. മൂന്നാമതായി നമുക്ക് യേശു കർത്താവിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവനാണ്. ദൈവമക്കളെ, ദൈവത്തിന്റെ സിംഹാസനം എല്ലാ സിംഹാസനത്തിന്റെയും മേലെ ഉള്ളതാണ്. അവൻ ഭൂമിയെ വിശ്വസ്തയോട് ഭരിക്കുന്ന ദൈവമാണ്. അവനെ കൂടാതെ യാതൊന്നും ഉളവായിട്ടില്ല, അവനെ കൂടാതെ യാതൊരു അധികാരവും ഇല്ല എന്ന് ദൈവത്തിന് വചനം പറയുന്നു. അവൻ ഭൂലോക സകലത്തിനും അവന്റെ നാമം സകല നാമത്തിനും മേലായ നാമമാണ്. പിതാവായ ദൈവം അവന് സ്വർലോകരുടെയും ഭൂലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുന്ന നാമമാണ്. അവനെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും എല്ലാറ്റിനും മേലായി അവനെ ദൈവം നിർത്തിയിരിക്കുകയാണ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും, അവൻ ഭൂരാജാക്കന്മാരെ നീക്കുകയും വാഴിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. അവനാലല്ലാതെ യാതൊരു അധികാരവും ഭൂമിയിലില്ല. സകല ഭൂമിമേലുള്ള സകല സിംഹാസനങ്ങളും സകല അധികാരങ്ങളും ദൈവം അറിയാത്തതല്ല, ദൈവമാണ് അതിനെ വാഴിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് പറയുന്നു, അവൻ ഭൂരാജാക്കന്മാർക്ക് അധിപതി ആയവനാണ്. മാത്രവുമല്ല, അവൻ ഈ ഭൂമിമേൽ 1000 വർഷം അവൻ നീതിയുള്ള ന്യായാധിപതിയായി രാജാവായി വാഴുവാനായിട്ട് പോകുന്നവനും ആണ്. യോഹന്നാൻ സഭയ്ക്ക് വന്ദനം പറയുകയാണ്. നിങ്ങൾക്ക് അങ്ങനെയുള്ള യേശു കർത്താവിന്റെ പക്കൽ നിന്നും പിതാവായ ദൈവത്തെങ്കിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും പുത്രനായിരിക്കും യേശു കർത്താവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ കൃപ. കൃപ ദൈവത്തിന് മാത്രമേ കാണിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. മനുഷ്യരിൽ നിന്നും ഉളവാകുന്നതല്ല കൃപ, അത് ദൈവത്തിൽ നിന്നും വരുന്നത് മാത്രമാണ് കൃപ. കൃപ പ്രാപിപ്പാൻ നമുക്കൊരു യോഗ്യതയും ഇല്ല. നാം അയോഗ്യരായിരിക്കുമ്പോൾ ദൈവം നമ്മോട് കാണിക്കുന്ന കരുണയാണ്
കൃപ. നാം രക്ഷിക്കപ്പെട്ടതും ഇതായിരിക്കുന്നതും എല്ലാം കൃപയാലാണ്. അനുഭവിക്കുന്നതെല്ലാം കൃപയാലാണ്. മറ്റൊരു വാക്കാണ് പറയുന്നത് സമാധാനം. ഇന്ന് ലോകം നാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം. സമാധാനം തരുവാനായിട്ട് ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അവനാണ് സമാധാനത്തിന്റെ ഉറവിടം. കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിന് എടുക്കുവാനോ കൊടുക്കുവാനോ കഴിയാത്ത നിത്യമായിരിക്കുന്ന സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അങ്ങനെയാണെങ്കിൽ യോഹന്നാൻ സഭയ്ക്ക് വന്ദനം ചെല്ലുമ്പോൾ പറയുന്നു, കൃപയും സമാധാനവും പിതാവായ ദൈവത്തെങ്കിൽ നിന്നും പുത്രനായിരിക്കുന്ന കർത്താവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും നമുക്ക് ലഭിക്കുമാറാകട്ടെ. അവനിൽ നിന്നാണ് സമാധാനം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതുകൊണ്ട് പിതാവായ ദൈവത്തോട് നിങ്ങൾക്ക് സമാധാനം ഉണ്ട്. കലങ്ങി മറിയുന്ന ഏത് ഹൃദയത്തിനും സമാധാനം തരുന്നത് സ്വർഗത്തിലെ ദൈവമാണ് എന്ന് നമുക്ക് ദൈവത്തിന്റെ വചനം പറയുന്നു. നീതീകരണത്തിന്റെ ഫ്രൂട്ട്സ് ഓഫ് ജസ്റ്റിഫിക്കേഷൻസ് എന്നാണ് പറയുന്നത്. നീതീകരണത്തിന്റെ ഫലമായി നമുക്ക് ദൈവത്തോട് നീതീകരണത്തിന്റെ ഫലമായി നമുക്ക് ലഭിക്കുന്നതാണ് സമാധാനം. സമാധാനത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അതിന് 3 ഘട്ടമുണ്ട്. ഒന്ന്, പിതാവായ ദൈവത്തോട് നമ്മുടെ സമാധാനം. നമ്മിൽ തന്നെ നമുക്ക് സമാധാനം. 3, മറ്റുള്ളവരോട് ഉള്ള നമ്മുടെ സമാധാനമായിരിക്കുന്ന അവസ്ഥ നമ്മൾ എല്ലാവരും കാണിച്ചിരിക്കുന്ന ഒന്നാണല്ലോ. യോഹന്നാൻ സഭയെ ആശീർവദിക്കുമ്പോൾ കൃപയും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ, കർത്താവിൽ നിന്നും വർദ്ധിച്ചു വരട്ടെ, പെരുകി വരട്ടെ എന്ന് സഭയെ ആശംസിച്ചുകൊണ്ടാണ് വെളിപ്പാട് ആരംഭിക്കുന്നത്. തുടർന്നുള്ള നമ്മുടെ പഠനത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് അതിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മുടെ പഠനം ഇത്രയും ഇവിടെ അവസാനിപ്പിക്കട്ടെ. പിതാവായ ദൈവം, പുത്രനായിരിക്കുന്ന കർത്താവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നമുക്ക് തരുന്ന സമാധാനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ അവൻ നിറയ്ക്കട്ടെ. ഇന്ന് രാവിലെ സമയം നമ്മുടെ ജീവിതത്തിൽ ഏത് ഭാരമാണ്, എന്താണ്, നാളെ എന്ത് സംഭവിക്കും, എങ്ങനെയാണ് എന്നോർത്ത് ഭാരപ്പെടുന്ന നമ്മുടെ മനസ്സുകൾക്ക് ആശ്വാസം തരുവാനും സമാധാനം തരുവാനും നമ്മുടെ ദൈവം സർവശക്തനാണ്. സ്വർഗീയമായിരിക്കുന്ന സമാധാനം തന്ന് അവൻ നമ്മെ നിറയ്ക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇതിനായിട്ട് സഹായിക്കട്ടെ. അവനാണ് സമാധാനത്തിന്റെ ഉറവിടം. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, പ്രിയ ദൈവമേ, നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം. ഈ ദിവസം നിന്റെ സമാധാനം ഞങ്ങൾ അനുഭവിച്ചു. കർത്താവേ, ഇന്നത്തെ ദിവസം കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി നിൽക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. തുടർന്നുള്ള ഞങ്ങളുടെ ക്ലാസ്സുകളെ കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവെ, ഞങ്ങൾക്കത്